الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് അതിന് നന്ദിയുള്ളവരായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണം എന്നുണർത്തുകയാണ്. അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. അഥവാ നമ്മുടെ ആയുസ്സിനെ കുറിച്ച്, സമയത്തെ കുറിച്ച് ആണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു നൽകിയ മറ്റൊരു അനുഗ്രഹത്തിലേക്ക് ഉള്ള സൂചനയാണ് ഞാനിന്ന് നൽകുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന ഈ മതം മറ്റുള്ള മതങ്ങളെ പോലെയല്ല. തീർച്ചയായും മറ്റുള്ള മതങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ ഉരുട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കുറെ നിയമവ്യവസ്ഥകളും കുറെ ആചാരങ്ങളും ദുരാചാരങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ നമ്മൾക്ക് വേണ്ടി, മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി, അയാളുടെ ജീവിതത്തിന്റെ സകല മേഖലയും ടച്ച് ചെയ്തുകൊണ്ടുണ്ടാക്കിയ ഒരു നിയമസംഹിതയാണ്. എവിടെയൊക്കെ മനുഷ്യന് ആവശ്യങ്ങളുണ്ടോ അവിടെയൊക്കെ നിയമങ്ങളുണ്ട്, എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെയൊക്കെ പരിഹാരങ്ങളുണ്ട്. അങ്ങനെ പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശുദ്ധീകരണം എന്ന് പറയുന്ന സംഗതികൾ വളരെ അർത്ഥവത്തായും ഫലപ്രദമായും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യനിൽ ഈ പ്യൂരിഫിക്കേഷൻ എന്ന വർക്ക് വിശ്വാസ തലങ്ങളിൽ ഉണ്ടാവണം, അയാളുടെ മാനസികമായി ഉണ്ടാവണം, സാംസ്കാരികമായി ഉണ്ടാവണം, ശാരീരികമായി ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടാവണം. എവിടെയെങ്കിലും ഒരു തലത്തിൽ മാത്രം ശുദ്ധീകരണം നടക്കുകയും മറ്റുള്ള ഭാഗങ്ങൾ അവഗണിക്കുകയും ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മർമ്മം വിശ്വാസപരമായ ഈ വിശുദ്ധി കൈവരിക്കൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള കറവളഞ്ഞ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധി നേടിയെടുക്കുന്ന മനുഷ്യനോട് അവിടെ മാത്രം അത് നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു വൃത്തിയുള്ള, വിശുദ്ധിയുള്ള കുറെ മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു സമൂഹത്തെ, സമുദായത്തെയാണ് അള്ളാഹുവിന്റെ മതം സ്വപ്നം കാണുന്നതും വാർത്തെടുക്കാൻ ശ്രമിക്കുന്നതും വിജയിച്ചതും. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടത്തിയത് എല്ലാ അർത്ഥത്തിലും. പക്ഷെ ആ മനുഷ്യന് ഉയർന്നുയർന്നു പോയി പരിശുദ്ധരായ മലായിക്കത്തിനേക്കാൾ അപ്പുറം പോവാൻ സാധിക്കുന്നവനാണ്. അതപ്പതിച്ച് ജീർണത പേറി നടന്ന് മൃഗത്തെക്കാൾ വളരെ മോശമായ കണ്ടീഷനിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ കുറെ ആളുകളുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള
മാർഗമായി വിശുദ്ധ ഖുർആൻ വരച്ചിടുന്നതും ഈമാൻ ഉണ്ടാവുക എന്നതും അഅ്മാലു സ്വാലിഹാത്തുകൾ ഉണ്ടാവുക എന്നതുമാണ്. അതാണ് പറഞ്ഞ ആദ്യത്തെ വിശുദ്ധിയിൽ നമ്മൾ സൂചിപ്പിച്ചത്. വിശ്വാസപരമായി മലിനമാണ് മനസ്സ് എങ്കിൽ, വിശ്വാസപരമായി ജീർണതയാണ് ഉള്ളത് എങ്കിൽ, പിന്നെ മനുഷ്യൻ മറ്റുള്ള ഒരു സ്ഥലത്തും ശുദ്ധീകരണം നടത്തിയത് കൊണ്ടായില്ല. അവിടെയാണ് ഊന്നുന്നത് അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും. ഇത് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോയിക്കൂടാ. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. നമ്മളുടെ മനസ്സിനെ എടുത്ത് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആത്മാവ് തന്നെയാണ്, മനസ്സ് തന്നെയാണ് സത്യം, അതിനെ ചൊവ്വായ രീതിയിൽ ക്രമപ്പെടുത്തിയവൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. ആ മനസ്സിനകത്ത് ഫുജൂറും തഖ്വയും അല്ലാഹു ഇട്ട് തന്നിട്ടുണ്ട്. ഇൽഹാം എന്ന് പറയുന്ന അവസ്ഥയിൽ മനുഷ്യന്റെ മനസ്സിൽ രണ്ടും തോന്നുന്നുണ്ട്. ഇൽഹാം എന്ന് പറയുന്ന സംഗതി മനസ്സ് നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്ന ആവശ്യപ്പെടുന്ന സംഗതികളാണ്. അതിൽ ഫുജൂറിന്റെ ഭാവങ്ങളുമുണ്ട്, തഖ്വയുടെ ഭാവങ്ങളുമുണ്ട്. അത് അഫ്ലഹ മൻ സക്കാഹ. അതിനെ ആര് സംസ്കരിച്ചെടുത്തുവോ, അതിനെ ആര് ശുദ്ധീകരിച്ചെടുത്തുവോ അയാൾക്ക് മാത്രമാണ് വിജയമുള്ളത്. ദുനിയാവിലും അയാളാണ് വിജയിക്കുന്നത്, ആഖിറത്തിലും അയാളാണ് വിജയിക്കുന്നത്. ദുനിയാവിൽ വിജയം വരിക്കുന്നു എന്നുള്ളത് നമ്മൾ അളന്നു നോക്കുമ്പോൾ പണം കൊണ്ട് അളക്കരുത്, അധികാരം കൊണ്ട് അളക്കരുത്, മറ്റേതെങ്കിലുമുള്ള സംഗതികൾ കൊണ്ട് അളക്കരുത്. മനസ്സിന്റെ സന്തോഷവും സംതൃപ്തിയും സുഖകരമായ ജീവിതവും നയിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിലാണ് വിജയം എന്ന ശരിയായ അളവുകോല് വെച്ച് നിങ്ങൾ അളക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ ഇവരാണ് വിജയിച്ചവർ. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ തഖ്വയെ കാണണം. വഖദ് ഖാബ മൻ ദസ്സാഹ. അതുകൊണ്ട് ആത്മീയ ശുദ്ധീകരണത്തിന്റെ വലിയ ഒരു ഭാഗം മറന്നുകൊണ്ട് ജീവിക്കരുത്. പലർക്കും ആ ഏരിയ ഇഷ്ടമല്ല സംസാരിക്കുന്നത്. നമ്മളിങ്ങനെ കാക്കകാരണന്മാർ ജീവിച്ചു പോയ റോട്ടിൽ ഇങ്ങനെ കൃത്യമായി പോകുന്നു, വാപ്പയും വല്യാപ്പയും ഒക്കെ എങ്ങനെയായിരുന്നു എങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ്. ഇനി അവരൊക്കെ അഥവാ സ്വർഗത്തിലെത്തിയില്ല, നരകത്തിലാണെങ്കിൽ ആ നരകം എനിക്കിഷ്ടവുമാണ് എന്ന് പറയുന്ന വല്ലാത്തൊരു ഗതികേടുണ്ട്. മറ്റാരെങ്കിലുമൊക്കെ സ്വർഗത്തിൽ ഇന്നയാളില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടില്ലെന്ന് പറയുമ്പോൾ ദേഷ്യം പിടിക്കുന്നവർ, ദേഷ്യം പിടിക്കേണ്ടത് തന്നെയാണത്. ന്യായമായും ദേഷ്യം പിടിക്കേണ്ടത് തന്നെയാണത്. ആ ദേഷ്യം പിടിക്കുന്ന അതേ വികാരം എന്തുകൊണ്ടാണ് ഈ വർത്തമാനത്തിൽ നമുക്കില്ലാതെ പോകുന്നത്? അതുപോലെ തന്നെ ദേഷ്യം പിടിക്കണമെന്നും എന്റെ വാപ്പയും എന്റെ വല്ലിപ്പയും ഒക്കെ നരകത്തിലാണെങ്കിൽ ആ നരകം എനിക്കിഷ്ടമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയല്ലേ? ഇന്ന വാപ്പയും വല്ലിപ്പയും ഒന്നും സ്വർഗത്തിലില്ലെങ്കിൽ എനിക്ക് ആ സ്വർഗം വേണ്ടെന്ന് പറയുന്ന പോലെ തന്നെയല്ലേ? സ്വർഗവും നരകവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് പാളുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആത്മീയമായ ശുദ്ധീകരണത്തോടൊപ്പം നമ്മൾ നടത്തേണ്ട ചില ശുദ്ധീകരണങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മനുഷ്യന്റെ ശാരീരികമായ ശുദ്ധീകരണം തന്നെയാണ്. മനസ്സിനെ പോലെ തന്നെ നഫ്സ്, അതിന്റെ അഥവാ അസ്തിത്വം, ആത്മാവിനെയും മനസ്സിനെയും ശുദ്ധമാക്കി വെക്കുന്നതിലൂടെയാണ് നടക്കുന്നത്. അതുപോലെ അത് മാത്രം പോലെ ഒരു വിശ്വാസിക്ക് അയാളുടെ ശരീരവും അയാളുടെ ഡ്രസ്സും അയാളുടെ വീടും അയാളുടെ പരിസ്ഥിതിയുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത മുസൽമാനുണ്ട്. ഇന്ന് മുസ്ലിം സമുദായം കുറെയൊക്കെ ആ വിഷയത്തിൽ മുമ്പിലാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് വളരെ പിന്നിലായിരുന്നു. നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ വീടുകൾ, നമ്മളൊക്കെ ആകുന്ന അവസ്ഥയിൽ രോഗവും കൂടുതലായിരുന്നു അന്ന്. ഇന്നും രോഗം കൂടുതലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ രോഗം എന്ന് പറയുന്ന സാധനം വിടാതെ കൂടുന്നത്? മനുഷ്യന്റെ ശരീരത്തെയാണ് ഈ രോഗം ബാധിക്കുന്നത്. ഞാനിപ്പോ പറയുന്നത് നേരത്തെ പറഞ്ഞ സംഗതികളിൽ ആത്മീയമായ ശുദ്ധീകരണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ശിർക്ക്, ബിദാത്ത്, അസൂയ, പക, കുടിപ്പക, പോര്, അങ്ങനെയുള്ള ദുർഗന്ധങ്ങൾ മനസ്സിനകത്ത് നിന്ന് ഒഴിവാക്കുകയാണ് അവിടെ പറഞ്ഞ ശുദ്ധീകരണം. ഇവിടെ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം എന്ന് പറയുന്ന സാധനം അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ആ ശരീരത്തെ പടച്ചത്? അത് നേരത്തെ പറഞ്ഞത് വളരെ നല്ല ഫിത്രത്തിലാണ് പടച്ചത്. രോഗം വരുത്തുന്നത് പിന്നെ ആരാണ്?
അപ്പോൾ നമ്മൾ പറയുന്നത് ബാക്ടീരിയയാണ്, വൈറസാണ്, ഫംഗസാണ്, പാരമ്പര്യമാണ്. ശരിയാണ്, അതൊക്കെയും ശരിയാണ്. അങ്ങനെയൊക്കെ മനുഷ്യന് രോഗമുണ്ടാവാം. ഈ രോഗം പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ അതിന്റെ അജലത്തോളം നന്നായി പ്രവർത്തിക്കാൻ ആവശ്യമായ രൂപത്തിൽ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അത് ശരിയാണ്. ചിലതൊക്കെ പരീക്ഷണാർത്ഥം അല്ലാഹു ചില വൈകല്യങ്ങൾ നൽകിയും സൃഷ്ടിക്കാറുണ്ട്. രോഗം ഉള്ള അവസ്ഥയിൽ തന്നെ അപൂർവമായ ജന്മങ്ങളും ഉണ്ടാവാറുണ്ട്. ഭൂരിപക്ഷം മനുഷ്യരെയും അങ്ങനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ഈ അവധി എത്തുന്നത് വരെ നമ്മുടെ ഈ ശരീരത്തെ വൈകല്യങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ മതം നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ മതം അത് നൽകുന്നുണ്ട് എന്ന് പലർക്കും അറിയില്ല. ഡോക്ടർമാരുടെ അടുത്തെത്തുമ്പോൾ അവർ പറയും ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പൊ അതിങ്ങനെ ഇസ്ലാമികമായ അധ്യാപനങ്ങളിലൂടെ കടന്നുപോയാൽ ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിലുണ്ടല്ലോ എന്ന് പിന്നെ നമ്മൾ ആശ്ചര്യം കൂറുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില സംഗതിയിൽ ഈ മൗലികമായ ഈ വിശുദ്ധിക്ക് കോട്ടങ്ങൾ തട്ടുന്ന ദുശ്ശീലങ്ങൾ ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന്റെ മതം പറഞ്ഞിട്ടുണ്ട്. ദുശ്ശീലങ്ങൾ എന്ന് സമൂഹം വിളിക്കുന്ന, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ വിളിക്കുന്ന എത്ര സംഗതികളെയാണ് ഹറാം എന്ന പട്ടികയിൽ അള്ളാഹുവിന്റെ മതം പറയുന്നത്. അത് പാലിക്കാൻ മനുഷ്യൻ ചിലപ്പോ ശ്രദ്ധിക്കാറില്ല. രോഗാണുക്കൾക്ക് വഴങ്ങുന്നതാണ് പ്രശ്നം. രോഗാണുക്കൾക്ക് എന്റെയും നിങ്ങളുടെയും ശരീരങ്ങൾ വഴങ്ങിക്കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. കോശങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചു വെച്ച ഈ പ്രിവെൻഷൻ എന്ന് പറയുന്ന ശക്തിയെ, കഴിവിനെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ടെന്ന് അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ അള്ളാഹു ഓരോ കാര്യവും ചെയ്യുന്നത് ഇത്തഖാനോട് കൂടിയാണ്. ഇത്തഖാൻ മീൻസ് പെർഫെക്ഷൻ. വളരെ പെർഫെക്ഷനോട് കൂടിയാണ് അള്ളാഹു ഓരോന്നും ചെയ്തു വെച്ചത്. നമ്മളെ മാതിരിയല്ല. നമ്മളൊരു കാര്യം പെർഫെക്റ്റായി ചെയ്യാൻ മടിയുള്ളവരാണ്. കഴിയാഞ്ഞിട്ടല്ല, അത്ര മതി. ഒരു തൊഴിലാളിയെ, ഒരു പണിക്കാരനെ, അല്ലെങ്കിൽ ഒരു അധ്യാപകനെ, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനെ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ, ഒരു ഡോക്ടറെ ഒക്കെ ഒരു ജോലി ഏൽപ്പിക്കും നമ്മൾ. അത് വളരെ പെർഫെക്റ്റായി ചെയ്യാൻ അയാൾക്ക് അറിയാം. പക്ഷെ നമ്മൾ ചെയ്യുക വളരെ അപൂർവം. ചില ആളുകളാണ് ജോലിയിൽ പെർഫെക്ഷൻ എന്ന് പറയുന്ന ആ സ്റ്റെപ്പ് പൂർത്തിയാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന്റെ സുന്നത്ത് എന്ന് പറയുന്നത് അള്ളാഹു ഇത്തഖാനോട് കൂടി ചെയ്യുന്നു. ഇന്നഹു ഖബീറുൻ ബിമാ തഫ്അലൂൻ. പിന്നെ നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്നത് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. ഈ സുന്നത്ത്, ഈ ഫിത്രത്ത്, ഈ ഇത്തഖാൻ നിങ്ങൾ ദുഷിപ്പിച്ചു കളയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ശാരീരികമായി വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നത്. ശരീരവും ഡ്രസ്സും ഒക്കെ വൃത്തിയുള്ളതായി, ദൂഷ്യമില്ലാത്തതായി, കൃത്യമായ നല്ല വൃത്തിയുള്ളതായിരിക്കണം എന്നത്. ഈ സംഗതി ഒരു വ്യവസ്ഥയുടെ ഭാഗമായി നമ്മൾ അംഗീകരിക്കുന്നതല്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം പലർക്കും അത് നല്ലതാണ്, വൃത്തിയുള്ളത് നല്ലതാണ് എന്നതാണ് മറ്റുള്ളവർക്കൊക്കെ പറയാനുള്ളത്. എങ്കിൽ നമുക്ക് പറയാനുള്ളത് അത് ഈമാനിന്റെ ഭാഗമാണ് എന്നതാണ്. അന്നളാഫ അല്ലെങ്കിൽ അത്വഹാറ ശത്റുൻ മിനൽ ഈമാൻ. ഈമാനിന്റെ പാതിയാണ്, ഈമാനിന്റെ ഭാഗമാണ്. രണ്ടിലക്കും ഉദ്ധരണികളുണ്ട്. ഈമാനുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ഈ വൃത്തിയെക്കുറിച്ചും ശുദ്ധിയെക്കുറിച്ചും അള്ളാഹുവിന്റെ മതം പറയുന്നത്. എല്ലാ ആരാധനകൾക്ക് മുമ്പിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശാരീരികമായ മാനസികമായ വൃത്തിയില്ലാത്തവൻ ഏതായാലും അത് ചെയ്യണ്ട, അത് സ്വീകാര്യമല്ല. അതോടൊപ്പം ശാരീരികമായ വൃത്തിയെക്കുറിച്ച് വിശദമായി പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്വലാത്തി, നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങുമ്പോൾ, നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് എന്ന് തുടങ്ങുന്ന വുളുവിന്റെ രൂപം ഇങ്ങനെ പറയുന്നു വിശുദ്ധ ഖുർആൻ. കൃത്യമായി വുളുവെടുത്ത് നിങ്ങൾ വരണം. ഇനി നിങ്ങൾ ചെറിയ അശുദ്ധി മാത്രമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ, നിങ്ങൾ വലിയ അശുദ്ധിയുള്ള ആളുകളാണെങ്കിലോ, വൈൻ കുന്തും ജുനുബൻ, നിങ്ങൾ വലിയ അശുദ്ധി ബാധിച്ച ആളുകളാണെങ്കിൽ
എന്ത് ചെയ്യണം? നിങ്ങൾ ഫത്തഹറു, നന്നായി അതിൽ നിന്ന് ആദ്യം വൃത്തിയാവണം, ശുദ്ധിയാവണം. ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്ന സംഗതി അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും ആദ്യം ചെയ്തു തീർക്കണമെന്ന് അല്ലാഹുവിന്റെ മതം പറയുന്നു. ഇനി ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്താൽ, ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളല്ല ഈ ആയത്തിറങ്ങുന്ന സമയത്ത് വെളിയിലിരിക്കുക എന്ന നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള വാക്ക് ഓർമ്മ വെച്ചാൽ മതി. നിങ്ങൾ വെളിക്കിരുന്നാൽ, ഔ ലമസ്തുമുൻ നിസാ, നിങ്ങൾ സ്ത്രീകളുമായി ശാരീരികമായി ബന്ധപ്പെട്ടാൽ, എന്നിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ നന്നായി ശുദ്ധീകരണം വരുത്തണം എന്ന് അള്ളാഹുവിന്റെ മതം പറയുന്നു. പിന്നെ അതായത് തയമ്മുമിന്റെ നിയമം പറയാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് ആ ആയത്തിൽ പറയുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്നല്ല അള്ളാഹു ആഗ്രഹിക്കുന്നത്. അള്ളാഹു ഇതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടാവണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത് നിങ്ങൾ ചെയ്യണം എന്ന് അമ്രക്രിയയായി, കൽപ്പനക്രിയയായി അള്ളാഹുവിന്റെ ഗ്രന്ഥം കൃത്യമായി വിശ്വാസികളോട് പറയാം. ചെയ്യാതിരിക്കരുത്. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ ഭക്ഷണം പോലും കഴിക്കുന്നത് ഈ ശുദ്ധീകരണം വരുത്തിയതിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ മതം പറയുന്നുണ്ട്. അത്രമേൽ കർശനമായി ഇവിടെയൊക്കെ ഇടപെടുന്നു അള്ളാഹുവിന്റെ മതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെ എടങ്ങാറാക്കാനല്ല. വലാകിൻ യുരീദു ലിയുതഹിറകും, നിങ്ങൾ ഒരു ശുദ്ധിയുള്ള വൃത്തിയുള്ള ഒരു ടീമാവണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു. വൃത്തിയും സംസ്കാരവും നമ്മൾ കണ്ട് മറ്റുള്ളവർ പഠിക്കണം. അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കുകയല്ല, ജീവിതത്തെ ആകെ വിപുലീകരിക്കാനാണ് നിങ്ങളോടുള്ള കൽപ്പന. നിങ്ങൾ ഉള്ളും പുറവും ശുദ്ധിയുള്ളവരാവണം. ആത്മീയവും ശാരീരികവുമായ ശുദ്ധി മൂലം നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിന്റെയും രോഗവിമുക്തി നേടണം. ആത്മീയമായ വിശുദ്ധി മൂലം അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നുമൊക്കെ നമ്മൾ മോചനം നേടണം. ശാരീരികമായ വിശുദ്ധി മൂലം രോഗവിമുക്തിയിലേക്ക് നടന്ന് പതുക്കെ നീങ്ങാനാവണം. അങ്ങനെയുള്ള ഒരു വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. മദീനയിലെത്തുമ്പോ നമ്മൾ നിർബന്ധമായും മസ്ജിദുൽ ഹറാമിൽ നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഉണ്ടാകുന്ന ഒരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ മസ്ജിദുൽ ഖുബായിലെത്തണമെന്നാണ്. ഒരു ഉംറയുടെ കൂലിയും കിട്ടും. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒതുവെടുത്ത് മസ്ജിദുൽ ഖുബായിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കുന്ന ഒരാൾക്ക് അല്ലാഹു ഒരു ഉംറ ചെയ്ത കൂലി കൊടുക്കും. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആ ഖുബായിലെ പള്ളി കാണുമ്പോ, ഖുബായിലെത്തുമ്പോ ഒരായത്ത് നമുക്ക് ഓർമ്മ വരണം. ലാ തഖും ഫീഹി അബദ. ഇത് പടച്ച തമ്പുരാന്റെ പ്രവാചകനോട് മറ്റൊരു പള്ളിയിൽ നിങ്ങൾ പോയി നമസ്കരിക്കരുത് എന്ന് വിലക്കാണ്. മസ്ജിദുൽ ളിറാർ എന്ന് പേരിട്ട് വിളിച്ച മുസ്ലിമീങ്ങളുടെ സംഘശക്തിക്ക് തുരങ്കം വെക്കാൻ വേണ്ടി മുനാഫിക്കുകളാൽ പണി കഴിപ്പിച്ച ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകനെ ക്ഷണിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ പോവാനൊരുങ്ങുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വിലക്കുണ്ടായി. ലാ തഖും ഫീഹി അബദ. നോ, നിങ്ങൾ അവിടെ പോയി നമസ്കരിച്ചുകൂടാ. എന്നിട്ട് പറയുന്ന വാക്കു നോക്കൂ നിങ്ങൾ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. ഒരു പള്ളിയുണ്ട് ഇവിടെ, അത് തഖ്വയിൽ അധിഷ്ഠിതമായി, തഖ്വയിൽ ഊട്ടപ്പെട്ട് അതിന്റെ അസ്ഥിവാരം തഖ്വയിലാണ്. അവിടെ നിന്നാണത് പണി കഴിപ്പിച്ചു കൊണ്ടുവന്നത്. മിൻ അവ്വലി യൗമിൻ, ആദ്യത്തെ ദിവസം താങ്കൾ ഇവിടെ വന്നപ്പോ ആദ്യം ചെയ്ത് വർക്കമില്ലേ? എന്നിട്ട് ആ പള്ളിയാണ് അഹഖു അൻ തഖൂമ ഫീഹി, താങ്കൾക്ക് നിൽക്കാൻ ഏറ്റവും യോഗ്യമായ സ്ഥലം. അതുകൊണ്ട് അവിടെ വന്നാൽ മതി. എന്നിട്ട് പറയുന്ന വാക്കാണ് നമ്മുടെ വിഷയം. ഫീഹി റിജാലുൻ, അവിടെ കുറെ ആളുകളുണ്ട്. ഖുബായിലെ പള്ളിക്ക് മാത്രം അല്ല ഈ ആയത്ത് ബാധകം എന്നുകൂടി ഓർമ്മ വെക്കുക. നമ്മുടെയൊക്കെ നമസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കുന്ന പള്ളികളിൽ പള്ളിയും പള്ളിയുടെ പരിസരവും പള്ളിയിൽ വരുന്ന ആളുകളും ഫീഹി റിജാലുൻ, അവിടെ കുറെ മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താ? അങ്ങേറ്റം വിശുദ്ധി, വൃത്തി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അത് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, കുടുങ്ങിട്ട് ചെയ്യുന്നവരല്ല. അതവർക്കൊരു വല്ലാത്ത പ്രിയമാണ്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അങ്ങനെ ഈ വൃത്തിയെയും അതുപോലെ തന്നെ വിശുദ്ധിയെയും ശുദ്ധീകരണത്തെയും ഒക്കെ അങ്ങേയറ്റം ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്.
പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരായത്താണത് എന്നും നമ്മൾ മനസ്സിലാക്കുക. ഒന്നുകൂടി, മസ്ജിദുൽ ഹറാം, കഅബാലയം, ഇന്ന് ലോകത്ത് ഏറ്റവും വൃത്തിയുള്ള ഇടങ്ങളിൽ നമ്മളല്ലാത്ത ആളുകൾ തന്നെ പറയുന്ന സ്ഥലമാണ് മസ്ജിദുൽ ഹറാം. അവിടുത്തെ അവസ്ഥ എന്താ? ദശലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്നു. 5 നേരവും വന്നു പോകുന്നു. ഒരു ദിവസം 5 നേരം ലക്ഷങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലം. ഏറ്റവും ക്ലീനായ സ്ഥലമാണ്, വൃത്തിയുള്ള സ്ഥലമാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. മസ്ജിദുൽ നബവിയും അങ്ങനെ തന്നെ. ഇനി വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ആയത്ത് എന്താണെന്നറിയോ? വൈദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന. ഈ കഅബാലയത്തെയും പരിസരത്തെയും നമ്മളാക്കിയിരിക്കുന്നു ആളുകൾക്ക് സമ്മേളിക്കാനുള്ള ഒരു സ്ഥലമാക്കിയിട്ട്, വഅംനൻ, നിർഭയത്വമുള്ള ഒരു സ്ഥലവുമാക്കി മാറ്റിയിരിക്കുന്നു. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. നിങ്ങൾ മഖാമു ഇബ്രാഹിമിനെ നമസ്കാര സ്ഥലമായി സ്വീകരിക്കണം. വഅഹിദ്നാ ഇലാ ഇബ്രാഹിം വഇസ്മാഈൽ. ഇബ്രാഹിം, ഇസ്മായിൽ അലൈഹിസ്സലാം അവരോട് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നു, അൻ തഹ്ഹിറാ ബൈതിയ, ഈ വിശുദ്ധ ഗേഹത്തെ, ഈ വിശുദ്ധ പ്രദേശത്തെ തഹൂറായി, നല്ല ക്ലീനായി, വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണമെന്ന്. ലിത്വാഇഫീൻ വൽആകിഫീൻ വറുക്കഇ സുജൂദ്. അവിടെ തവാഫ് ചെയ്യാൻ വരുന്ന ആളുകൾക്കും നമസ്കരിക്കാനുള്ള ആളുകൾക്കുമെന്ന്. അതിപ്പോഴും ആ കൽപ്പന ഇങ്ങനെ അനുസരിച്ചു പോരുന്നു. ആ കൽപ്പന തന്നെയാണ് ഞാനും നിങ്ങളും ജീവിതത്തിലുടനീളം അനുസരിക്കേണ്ടതെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പ്രബോധനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ അല്പമൊന്ന് പേടിച്ചു നിന്നു, ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ആലോചിച്ചു. അതിനുശേഷം ഒരു താക്കീതായി വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നു, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവനെ, എഴുന്നേൽക്കുക, നീ ഇൻകാരം നടത്തണം. കുറച്ച് കൽപ്പന. വറബ്ബക ഫകബ്ബിർ, നീ നിന്റെ റബ്ബിനെ വലിയവനായി കാണണം, പ്രകീർത്തിക്കണം, വലുതാക്കണം. അല്ലാഹു അക്ബർ എന്ന അവസ്ഥയിലേക്ക് എത്തണം. വസിയാബക ഫതഹിർ, നീ നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധീകരിക്കണം, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. ശുദ്ധമായ ശരീരവും ശുദ്ധമായ വസ്ത്രവും ശുദ്ധമായ മനസ്സും ഉണ്ടായിട്ട് വേണം ആളുകളോട് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കുവാനും എന്നതൊരു കണ്ടീഷനാക്കി വെക്കുകയാണ്. മനസ്സ്, ശരീരം വൃത്തിയുള്ളതാവണം. ശരീരം വൃത്തിയുള്ള പലരുടെയും മനസ്സ് വൃത്തിയുള്ളതല്ല. നല്ല മനസ്സും ഉണ്ടാവണം. ഈ കൽപ്പനയുള്ള അള്ളാഹുവിന്റെ മതം ആളുകളോട് മതം പറഞ്ഞു കൊടുക്കുമ്പോ, എന്താണ് ഇന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, പിന്നെ ഈ കുപ്പായത്തിനും അതുപോലെ തന്നെ ഡ്രസ്സിനും ശരീരത്തിനുമൊക്കെ ഇത്ര വൃത്തി വേണമെന്ന് ശഠിക്കുന്ന ഒരു മതം, പിന്നെ അയാളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ മധുരമുള്ളതാവണം, വൃത്തിയുള്ളതാവണമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? എന്നിട്ടും പറഞ്ഞു. നിങ്ങൾ കിങ്കരനായ ഒരു ഭരണാധികാരിയുടെ മുമ്പിലേക്കാണ് രണ്ടാളും കൂടി പോകുന്നത്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, ലയ്യിനായ പദമേ പ്രയോഗിക്കാവൂ കേട്ടോ. പല സ്ഥലത്തും അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് ഇങ്ങനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു. അതാണ് ഇസ്ലാം മതം. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ ആളുകൾ ഇസ്ലാം മതത്തെ സ്വീകരിക്കുകയുള്ളൂ, കേൾക്കുകയുള്ളൂ. ആളുകൾ കാതു തരാത്തൊരവസ്ഥ ദഅവത്തിനുണ്ടാകുന്നുണ്ട്. അള്ളാഹുവിന്റെ സുന്ദരമായ ആശയത്തെയും മതത്തെയും ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടും അതിന് കാതു തരാൻ ആളുകളെ കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ഞാനും നിങ്ങളും ഉറക്കെ ചിന്തിക്കാൻ സമയമായിട്ടുണ്ടെന്ന് സൂചിപ്പിക്കാം. അള്ളാഹുവിന്റെ മതം ഒരു വൃത്തിയുള്ള ശൗച്യം ചെയ്യാൻ ആളുകളെ പഠിപ്പിച്ചൊരു മതമാണിത്. നോക്കൂ, നിങ്ങൾ വളരെ വലിയ ഞങ്ങൾ സാംസ്കാരികമായി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന പാശ്ചാത്യ നാടുകളിലേക്ക് പോയാൽ ഇപ്പോഴും അവർക്ക് അതൊരു ശീലമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ് വെളിക്കിരിക്കുന്ന സ്വഭാവമുള്ള കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, അതൊരിക്കലും ആളുകൾ വിശ്രമിക്കുന്ന മരത്തിന്റെ ചുവട്ടിലാവരുതേ. നേരെ ചുവട്ടിൽ എന്ന് മാത്രം അർത്ഥം വെച്ചാൽ പോരാ, അവിടെ വിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കരുതേ. ഫലവൃക്ഷത്തിന്റെ ചുവട്ടിൽ അത് ഒരിക്കലും ചെയ്യരുത്. ആളുകൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന കെട്ടിവെച്ച വെള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ, കെട്ടിക്കിടക്കുന്ന,
ഒരു കാരണവശാലും നിങ്ങൾ അവിടെ മൂത്രമൊഴിക്കരുത്. മൂത്രമൊഴിക്കുന്നതിന് ഉള്ള കുറെ നിയമങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞു ഒരു വൃത്തിയുള്ള സമൂഹം ഒരു നാട്ടിലുണ്ടായാൽ ആ നാട് തന്നെ വൃത്തിയുള്ളതായി മാറുന്ന പശ്ചാത്തലത്തിലേക്ക് ഇങ്ങനെ വരണം. 5 നേരം അംഗശുദ്ധി വരുത്തുന്ന വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോ പ്രവാചകന്റെ നാവിൽ നിന്ന് ഇങ്ങനെ വന്നു, ലൗല അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക് മഅ കുല്ലി വുദൂഇ. എന്റെ ഉമ്മത്തിന്റെ ഭാവിയിൽ അത് വലിയ ഭാരമാകുമെന്ന് എനിക്ക് ഭയമില്ലായിരുന്നുവെങ്കിൽ 5 നേരവും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ അവർക്ക് കൽപ്പന പുറപ്പെടുവിക്കുമായിരുന്നു, നിർബന്ധിച്ചേനെ എന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്ത അവസ്ഥ. ഉളവിന്റെ കൂടെയുള്ള ഇസ്തിൻഷാഖും മളമളത്തും, ഈ 2 പദങ്ങൾ മദ്രസയിൽ നിന്ന് പഠിച്ചു മറന്നതാണല്ലോ. ഇസ്തിൻഷാഖും മളമളത്തും ഒതുക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ല. ശരിക്കത് അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്നിട്ടുണ്ട്, സുന്നത്താക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെയുള്ള ആരോഗ്യപരമായ ഗുണങ്ങൾ ഡോക്ടർമാരായ ആളുകളോട് ചോദിച്ചാൽ അവർ മനസ്സിലാക്കി. നേരത്തെ പറഞ്ഞ സ്ത്രീ പുരുഷ ബന്ധത്തിന് ശേഷം, ലൈംഗിക വീഴ്ചയ്ക്ക് ശേഷം, ആർത്തവ വിരാമത്തിന് ശേഷം ഒക്കെ കൃത്യമായി അള്ളാഹുവിന്റെ മതത്തിൽ നിയമങ്ങളുണ്ട്. പ്രവാചകരെ ഹൈള് എന്ന വിഷയത്തെക്കുറിച്ച് അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പറഞ്ഞു കൊടുക്കൂ. അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതി തന്നെയാണ്. ആ പീരീഡിൽ നിങ്ങൾ അവരെ സമീപിക്കരുത്. അവർ നന്നായി വീണ്ടും ശുദ്ധിയാകുന്നത് വരെ, ശാരീരികമായി നല്ല വിശുദ്ധിയുള്ള ഒരവസ്ഥയിലേക്ക് അവർ വന്നെത്തുന്നത് വരെ. ഇനി അവർ അങ്ങനെ നന്നായി വിശുദ്ധി സ്വീകരിച്ചാൽ എന്നാണ് ആ നിയമം. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോ ഒരു പദമുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. അള്ളാഹു തൗബ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. ഈ തൗബ എന്ന് പറയുന്നത് എന്താണ്? തൗബ എന്ന് പറയുന്നത് മനസ്സിനകത്ത് നേരത്തെ പറഞ്ഞ കുറെ കീടങ്ങളുണ്ട്, കുറെ രോഗാണുക്കളുണ്ട്. ശിർക്ക്, ബിദ്അത്ത്, അതിനോടുള്ള വാഞ്ച, അസൂയ, പക, ഈബത്ത്, നമീമത്തൊക്കെ പറയാനുള്ള ത്വര, അങ്ങനെ ലിസ്റ്റ് ചെയ്ത കുറെ ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ കഴുകിക്കളയുന്ന പ്രക്രിയയുടെ പേരാണ് തൗബ എന്ന് പറഞ്ഞത്. ഒക്കെ തൗബ ചെയ്യുന്ന ഒരാളുടെ മനസ്സിൽ നിന്ന് പിന്നെ അതൊക്കെ പടിയിറങ്ങി പോകണം. അതുപോലെ മുത്തത്തഹിരീങ്ങളായ ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്, ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ആത്മീയമായ പതനത്തെ, മാനസികമായ പതനത്തെയൊക്കെ നമ്മൾ ചികിത്സിക്കുന്നു തൗബയിലൂടെ. അതുപോലെ രോഗമില്ലാത്തൊരവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ സഹായിക്കണം. ഈ തോന്യാസങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അവിടെ ഖുർആൻ പ്രയോഗിച്ച പദം വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്. വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടാവുന്ന മാർഗത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത്. വ്യഭിചരിക്കരുതെന്നല്ല, അതിന്റെ മുമ്പ് അതിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു ഇടനാഴിയിലൂടെ നിങ്ങൾ നടന്നു പോകരുത്, അതിലിപ്പുറം കയറുക പോലും ചെയ്യരുത്. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു കാന ഫാഹിഷത്തൻ വസാഅ സബീല. അതൊരു ഫാഹിഷത്താണ്, അതൊരു പാപമാണ്, കുറ്റമാണ് എന്ന് പറഞ്ഞു വെച്ചില്ല. ഫാഹിഷത്താണ്, അതൊരു തോന്യാസമാണ്. അത് മാനസികവും ശാരീരികവുമായ തകർച്ചയ്ക്ക് വഴിവെക്കും എന്നാണ് ആ പദം ഉൾക്കൊള്ളുന്ന ആശയം. നിങ്ങളുടെ മാനസികമായ, നിങ്ങളുടെ ശാരീരികമായ തകർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരിടപാടാണത്. അത് ഇന്ന് ശാസ്ത്രം തലകുലിക്ക് സമ്മതിക്കുന്നില്ലേ? ഉണ്ട്. ശാസ്ത്രം സമ്മതിക്കുന്നുവോ ഇല്ലേ എന്ന് നമ്മുടെ വിഷയമല്ല. അവർ സമ്മതിക്കട്ടെ, സമ്മതിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ കിതാബ് പറഞ്ഞു, അതിനോടൊപ്പം നിൽക്കുക. തോന്യാസമാണത്. അത് നിങ്ങളുടെ ശരീരത്തെ കേടാക്കും, നിങ്ങളുടെ മനസ്സിനെ കേടാക്കും. രോഗികളാകുന്നു, സ്വസ്ഥമായ ജീവിതം നശിക്കുന്നു. അത്തരം ഇടപാടിലൂടെ പോകുന്നു. ഇന്നഹു കാന ഫാഹിഷത്തൻ വഅസാഅ സബീല. അല്ലാഹുവിന്റെ കിതാബ് നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ കോണുകളിലേക്കും ടോർച്ചടിക്കുന്നുണ്ട്. അവിടെയൊക്കെയുള്ള വൃത്തികേടുകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നമ്മളോട് കണ്ടെത്താനുള്ള സൂചനകൾ നൽകുന്നുണ്ട്. അതിലൂടെ നമ്മളും സഞ്ചരിക്കുക, കണ്ടെത്തുക. എന്നിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോവുക. അള്ളാഹു സഹായിക്കുമാറാവട്ടെ.
الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കി വെച്ച എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കുകയും സന്തോഷപൂർവ്വം വളരെ ആനന്ദകരമായി ഇസ്ലാമിനോടൊപ്പം ജീവിച്ചു പോവുകയും ചെയ്യാൻ ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും കൊണ്ടുകൂടി ഓർക്കുന്നു. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കൊപ്പം നിന്ന് മുമ്പോട്ട് പോകുന്ന ജീവിതം അത്രമേൽ സംതൃപ്തമായിരിക്കും എന്നതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇനി ഞാൻ അവസാനിപ്പിച്ചത് നേരത്തെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ നിയമത്തിൽ ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീല എന്ന ആയത്തിൽ നിന്നാണ്. നിയമാനുസൃതമായി ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധം അനുഷ്ഠിച്ചു പോകുന്ന ആളുകൾ നിയമാനുസൃതമായി, പ്രകൃതിപരവും നിയമാനുസൃതമായി, ഈ രണ്ട് വാക്കുകൾ മനസ്സിൽ വെക്കുക. ആളുകൾ ഇങ്ങനെ ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൽ പല കോലത്തിലും പോകുന്നുണ്ട്. എന്നിട്ടിങ്ങനെ പോയി മാറാരോഗികളും ഒക്കെയായി ഇങ്ങനെ പോകുന്നുണ്ട്. ബന്ധങ്ങളൊക്കെ തകർന്ന തരിപ്പണമായി അവസാനം ആത്മഹത്യയിലേക്ക് പോകുന്ന ഗതികേട് നമ്മൾ കാണുന്നുണ്ട്. നിയമാനുസൃതം അള്ളാഹു കൽപ്പിച്ച നിയമത്തിനനുസരിച്ച് ജീവിച്ച് അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവുമായി ഇങ്ങനെ പോകുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ ലൈംഗിക ബന്ധത്തിന് ഒരുപാട് ഗുണങ്ങൾ ശാസ്ത്രം മുമ്പോട്ട് വെക്കുന്നു. ഒരുപാട് ഗുണങ്ങൾ, ചിലർ 10, ചിലർ 12, ചിലർ അതിലേറെ, അങ്ങനെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുമത്. വിശദീകരിക്കുന്നില്ല. മാനസികമായ ഒട്ടേറെ നേട്ടങ്ങളുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യം വാരിക്കൂട്ടുന്ന ഒരു വല്ലാത്ത അമലായി അള്ളാഹുവിന്റെ മതം ചിത്രീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ സയൻസ് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശാരീരികവും മാനസികവുമായ ഒട്ടേറെ ഗുണങ്ങൾ. വിശ്വാസിയായ ആളുകൾ ഇണയെ സമീപിക്കുമ്പോ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എമ്പാടും പുണ്യം കരകതമാക്കുന്ന ഒരു വസ്തുവാണെന്ന മാനസികാവസ്ഥ കൂടി ഉണ്ടാകുമ്പോ എത്ര ആനന്ദകരമായിരിക്കും അത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങളുടെ മനസ്സിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മവദ്ദത്തും റഹ്മത്തും ഇട്ടു തരുന്നു, അനുരാഗമിട്ടു തരുന്നു, സ്നേഹമിട്ടു തരുന്നു, പ്രേമമിട്ടു തരുന്നു, കരുതലിട്ടു തരുന്നു, റഹ്മത്തിട്ടു തരുന്നു. നിങ്ങൾ ഒരിക്കലും തകരൂല. കാരണം ഇണ തുണ എന്ന ആ ഒരു നാമം അങ്ങനെ ഉണ്ടായതാണ്. ഇണ തുണയായി നിങ്ങൾ അങ്ങനെ ജീവിച്ചു പോകും. എവിടെയാണോ അപ്പുറത്ത് ആവശ്യം വരുന്നത് ഇപ്പുറത്തുള്ള ആൾ സഹായിക്കും. ഇപ്പുറത്തുള്ള ആളുകൾക്ക് സഹായം ആവശ്യം വരുമ്പോ, കാരുണ്യം ആവശ്യമായി വരുമ്പോ, തലോടൽ ആവശ്യമായി വരുമ്പോ, സപ്പോർട്ട് ആവശ്യമായി വരുമ്പോ മറ്റാളുകളിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കും. ഈ ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ, വൈവാഹിക ജീവിതത്തിലെ ഈ സംതൃപ്തിയും സുഖവും ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടെത്താനാവും എന്ന് വിശുദ്ധ ഖുർആനിന്റെ 30-ാം അധ്യായത്തിലെ 21-ാമത്തെ ആയത്ത് നമ്മളെ പഠിക്കുന്നു. ഇങ്ങനെ സകലയിടങ്ങളിലും വൃത്തിയുള്ള ഒരു ജീവൻ നയിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള കളക്ഷനാണ് എടുക്കുന്നത്. അതിൽ നന്നായി സഹകരിക്കണം എന്നുറപ്പുകയാണ്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ഒരു കുടുംബത്തിൽ ഒരു മകൻ മിൻസിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ആ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപെട്ടിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ മോചനം നൽകി, സമ്പൂർണ്ണ ശിഫ നൽകി, പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇനിയും അതുണ്ടാവണമെന്ന് ഉറപ്പെടുത്തുകയും ചെയ്യും. നമ്മളെ ചിന്തിപ്പിക്കുകയും കണ്ണു തുറപ്പിക്കുകയും ചെയ്യാവുന്ന ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ പരപ്പനങ്ങാടിയിലുണ്ടായത്. 3 വ്യാപാര സ്ഥാപനങ്ങളിലെ 3 ചെറുപ്പക്കാരായ ആളുകൾ
നോക്കി നിൽക്കെ മരിച്ചു പോകുന്ന ഒരു പശ്ചാത്തലം. അത്തരം സംഭവങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി നമ്മൾ ആലോചിക്കുകയും പഠിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ച സംഗതികളെ കുറിച്ചൊക്കെയുള്ള ആലോചനകളിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സഹോദരങ്ങൾക്ക് അല്ലാഹു വിട്ടുപുറത്തും മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗലോകത്ത് നമ്മയും അവരെയും ചേർക്കുമാറാകട്ടെ. രോഗം മൂലം കഷ്ടപ്പെടുന്ന എമ്പാടും ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ വേങ്ങരയിൽ ISMന്റെ ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഒരു ആദർശ സമ്മേളനം നടക്കുന്നുണ്ട്. മറ്റന്നാൾ LGMകാർ അൻവറിന്റെ വീട്ടിൽ തൗഹീദ് എന്ന വിഷയത്തിൽ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. ഷൗക്കത്തിലെ അൻസാരിയാണ് അതിൽ സംസാരിക്കുന്നത്. ഈ രണ്ട് പരിപാടിയും നിങ്ങളെ ഉണർത്തുകയാണ്. കഴിയുന്നത്ര ആളുകളിൽ പങ്കെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിനോട് നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹുവിന്റെ മതം എന്തു പറഞ്ഞു എന്ന് പഠിക്കുകയും എന്നിട്ടത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനുള്ള ഹൃദയ വിശാലതയും തോന്നിച്ചയും തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാനസികമായി തീരുന്ന ആളുകൾക്ക് അല്ലാഹു സൗഖ്യം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നേരത്തെ മരണപ്പെട്ടു പോയവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗലോകത്തിൽ ലഭിച്ചു ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.